ചെറിയ രീതിയിലൊരു ഹെൽത്തി മാഗിയുടെ റെസിപ്പി കണ്ടാലോ? അപ്പോൾ പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിക്കുക. 2-3 വെളുത്തുള്ളി ഇട്ടതിന് ശേഷം എല്ലാ വെജിറ്റബിൾസും ഞാൻ ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യാണ് ചെയ്യുന്നത്. എക്സ്ട്രാ ഉപ്പിടേണ്ട ആവശ്യമില്ല, കാരണം മാഗിയുടെ മസാലയിൽ ഓൾറെഡി ഉപ്പ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് എക്സ്ട്രാ ഇട്ട് ചിലപ്പോൾ കൂടിപ്പോവും. അല്ല, നിങ്ങൾക്ക് ഉപ്പ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെന്ന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ, വെജിറ്റബിൾസിനുള്ളത് മാത്രം. ഞാനിവിടെ 3 പാക്കറ്റ് മാഗിയാണ് ഉണ്ടാക്കണത്. അതിലത്തെ ഒരു പാക്കറ്റിൽ മസാല ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് സോയാ സോസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ മാഗി ഇട്ട് കൊടുക്കുകയാണ്. ബാക്കിയുള്ള മസാലകളും ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് സോയാബീനും കൂടി ഫ്രൈ ചെയ്ത് അതിൽ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. സോയാബീനിൽ അത്യാവശ്യം മസാലകളൊക്കെ ചേർത്തതിന് ശേഷം കുറച്ച് കോൺഫ്ലവർ കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഫ്രൈ ചെയ്ത സോയാബീൻ കുറച്ചൊരു സോസി ടേസ്റ്റ് വരാനായിട്ട് ഞാൻ ഒരു സോസ് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ കോട്ട് ചെയ്തതിന് ശേഷമാണ് ഈ മാഗിലേക്ക് ഇടുന്നത് കേട്ടോ. വേറൊന്നുമില്ല, കുറച്ച് ഗാർലിക്കും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും സോയാ സോസും ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മാഗി കുക്കായതിന് ശേഷം ഈ സോയാബീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം മാഗി ഇഷ്ടമില്ലാത്ത കുട്ടികൾ ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഇനി തൊട്ട് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. ചെറിയ രീതിയിലൊരു ഹെൽത്തി മാഗിയുടെ റെസിപ്പി അല്ലേ. അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ. ബൈ.